നമുക്കൊരു വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിലമ്പൂർ പോവാണ് കേട്ടോ. അപ്പോൾ അതാ പോകാൻ വേണ്ടിയിട്ട് കയറിയതൊരു KSRTCയിലാണ്. അപ്പോൾ മാനും ഋഷും ഉണ്ട് കൂടെ. അപ്പം ഞാൻ മുന്നിലൊരു സീറ്റ് ഒഴിവുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് പോന്നു. അവരൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടി എടുക്കണത് എവിടെ നിന്ന് എടുക്കണമെന്നൊക്കെ ഉള്ള വിവരം ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബസ്സിൻ്റെയും ആളുകൾ എന്നെ ശ്രദ്ധിക്കണതുകൊണ്ട് സൗണ്ടിൽ പറയാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ ഇല്ല സൗണ്ട് വെച്ച് ഇല്ല സൗണ്ടല്ല കേട്ടോ, സൗണ്ട് ഇതിലാറുണ്ട്. പക്ഷേ ബസ്സിൽ നിന്ന് ഇങ്ങനെ അലറാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് സൗണ്ട് കുറച്ച് പതുക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വണ്ടിനേക്കാളും പോകാൻ താല്പര്യപ്പെടുക്കാണ് ഫർസ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. ഇതാ നമ്മൾ അങ്ങോട്ടാ പോകണം, മൊയിലാളിയാണ്. ഇങ്ങോട്ട് കയറിയല്ലോ ആദ്യം അല്ലേ? ഇതിനെന്താ ചെങ്ങായിമാരുണ്ടോ? അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം എത്തിത്തുടങ്ങി. അപ്പോൾ നമ്മളെവിടുന്ന വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് നിലമ്പൂർ ഉണ്ടല്ലോ അല്ലേ? എവിടെയാന്ന് വെച്ചാൽ ഫർസ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത്. അതിനേക്കാൾ എളുപ്പം പറയുകയാണെങ്കിൽ ബീവറേജിൻ്റെ തൊട്ടടുത്ത് തന്നെ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടെ നിന്നാണ് കേട്ടോ വണ്ടി. അൽഹംദുലില്ലാ മാഷാ അല്ലാ, ഇതാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോണ വണ്ടി. എന്താ പറയുക, മാനുവിന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. മാനിൻ്റെ കയ്യിലൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അത് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തന്ന് തൊട്ട് തന്നെ പറയുന്നത് എനിക്ക് ആ ബുള്ളറ്റ് പോയിട്ട് ഭയങ്കര സങ്കടം. ഇങ്ങനെ ഞങ്ങൾ എല്ലയിലൊക്കെ പോകുമ്പോൾ ബുള്ളറ്റൊക്കെ പോകണുണ്ടായാലും ഇങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ പറയുന്നു. നമ്മളെ വണ്ടി പോയില്ലേ, കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നമുക്ക് എടുക്കാം, ഞങ്ങൾ മിണ്ടാതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ ഇൻസ്റ്റയിലോ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടിയത് മൂപ്പര്. അപ്പോൾ അന്ന് തൊട്ട് കയറി കൂടിയതാണ് ഗൈസ്. സാധാരണ പെണ്ണുങ്ങളൊക്കെ കയറി കൂടുന്ന പോലെ ഈ വണ്ടി ഇങ്ങോട്ട് മൂപ്പരെ മനസ്സിലങ്ങോട്ട് കയറിക്കൂടി. അതിന് ശേഷം ഞമ്മക്കും സ്ഥാനമില്ല, കുട്ടികൾക്കും സ്ഥാനമില്ല, വെറും വണ്ടീനെ മാത്രം സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു. അതായിരുന്നു ലക്ഷ്യം കുറച്ച് ദിവസം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആഗ്രഹങ്ങളല്ലേ, മനുഷ്യനല്ലേ, ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്താലോ അങ്ങനെ എനിക്ക് നമ്മളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ആദ്യം ഞാനൊന്ന് പറയാൻ കുറച്ച് മടി കാണിച്ചു സത്യം പറയാലോ. പിന്നെ വിചാരിച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാനുള്ളതാണ്. പൈസ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ആഗ്രഹങ്ങളല്ലേ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളും യെസ് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളൊരു വണ്ടി എടുത്തു. അൽഹംദുലില്ലാ. ഇപ്പം നമ്മൾ എണ്ണ അടിച്ചാൽ വന്നതാട്ടോ. അത് എണ്ണ അടിച്ച് പോകാനുള്ള പരിപാടിയിൽ